ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിനായി വകയിരുത്തിയിട്ടുള്ള കോടികളുടെ ഫണ്ട് വിനിയോഗിക്കാനാവാതെ ഇടുക്കി ജില്ലയിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ എസ് വിഭാഗത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ ചിലവഴിക്കുന്നതിന് നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഫണ്ട് വിനിയോഗിക്കുന്നതിൽ കാലോചിതമായ മാറ്റം വരുത്താത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ഇത്തരത്തിൽ നഷ്ടമാകുന്നത്. പട്ടികജാതി വിഭാഗത്തിന് അനുവദിച്ചിട്ടുള്ള ഫണ്ടുകൾ ഈ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് മാത്രം ചെലവഴിക്കുവാനാണ് പ്രധാന നിഷ്കർഷ. മുമ്പ് ഈ വിഭാഗത്തിലുള്ള ആളുകൾ കോളനികളിലായി താമസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള കോളനികളെല്ലാം തന്നെ അപ്രത്യക്ഷമായി. ഫണ്ട് ചെലവഴിക്കുമ്പോൾ നിശ്ചിത പട്ടികജാതി വിഭാഗക്കാർ ഉണ്ടാകണമെന്നാണ് നിയമം. ഇതിനാൽ തന്നെ പലപ്പോഴും ഫീസിബിലിറ്റി ലഭിക്കാറില്ല. ഇങ്ങനെ പലപ്പോഴും ഫണ്ട് ലാപ്സായി പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഗവൺമെന്റ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ഈ തുക കുറച്ചേ അനുവദിക്കുകയുള്ളൂ. ഇത് വലിയ വികസന പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. പണ്ട് എസ് കോളനികൾ ഉണ്ടായിരുന്നു. കോളനി എന്നുള്ള വാക്ക് പോലും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു സ്ഥിതി വന്നു. ബ്രിട്ടീഷുകാർ നമുക്ക് സംഭാവന ചെയ്തൊരു വാക്കാണത്. അപ്പൊ അത് പാടില്ല എന്ന് നമ്മുടെ ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ അന്നത്തെ വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ അത് ഒഴിവാക്കണമെന്നും പറഞ്ഞിരുന്നു. ഇവിടെ ഒരു പ്രധാന വിഷയം, ഇന്ന് ജനങ്ങളെല്ലാം കൂടെ ഇടകലർന്ന് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എസ് ജനവിഭാഗങ്ങൾ മാത്രം താമസിക്കുന്ന പ്രദേശത്തേക്ക് എന്ന് പറഞ്ഞ് ഫണ്ട് കുടിവെള്ളത്തിനോ കലുങ്കിനോ റോഡിനോ ഏതെങ്കിലും കാര്യത്തിന് നമുക്ക് വിനിയോഗിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. ഇത് ഗവൺമെന്റിന്റെ മുമ്പിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇതിനോടൊപ്പം തന്നെ കത്ത് മുഖാന്തരവും അല്ലാതെയും നേരിട്ട് ധരിപ്പിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ഈ വിഷയത്തിൽ ഒരു പരിഹാരം അടിയന്തരമായി ആ എസ് ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യത്തിൽ ഫീസിബിലിറ്റി എന്നല്ല, അത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് കുറെ മാറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ എസ് ടി ജനവിഭാഗത്തെ സംബന്ധിച്ച് അത് പ്രശ്നമില്ല. കാരണം അവർ കാടുകളിൽ താമസിക്കുന്നു, അവർ താമസിക്കുന്ന കോളനി ആയിട്ടാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ അവരുടെ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയും. പക്ഷേ എസ് വിഭാഗത്തിൽ അനുവദിച്ച് കിട്ടുന്ന ഫണ്ട് വിനിയോഗിക്കാൻ ഈ ഫീസിബിലിറ്റി ഒരു തടസ്സമാകുന്നു. നിലവിൽ ഈ വിഷയം ഗവൺമെന്റ് പരിശോധിച്ച് മനസ്സിലാക്കി പരിഹരിച്ചെങ്കിൽ മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ള എസ് ഫണ്ട് വിനിയോഗിക്കാൻ പൂർണ്ണമായി കഴിയും. ഗവൺമെന്റ് കാലോചിതമായി നിയമങ്ങളിൽ മാറ്റം വരുത്തിയില്ല എങ്കിൽ നാട്ടിലെ വികസനത്തിനപ്പുറം പ്രത്യേക പരിഗണന ലഭിക്കേണ്ട ഒരു വിഭാഗത്തിന് അത് നിഷേധിക്കുന്നതിന് തുല്യമാകും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.